ഹലോ. നമ്മുടെ ചാപ്റ്റർ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളതായിരുന്നു. അതിൽ വാലൻസ് ബോണ്ട് തിയറിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. വാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒറിജിനേറ്റ് ഡയറക്ട്ലി ഫ്രം ദി ഐഡിയാസ് ഓഫ് ഇലക്ട്രോൺ പെയർ ബോണ്ട് ബൈ ജി എൻ ലൂയിസ് ലിയൻ ലൂയിസിന്റെ ഐഡിയാസിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ തിയറിയുടെ പൈനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ഹിറ്റ്ലർ ആൻഡ് എഫ് ലണ്ടൻ ആയിരുന്നു ഇവരുടെ 1927 വർക്ക്. ഓക്കെ, സോ ഫർദർ ഈ ഒരു തിയറി കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലിനസ് പോളിങ്, ജെസി സ്ലേറ്റർ, കോൾസൺ ആൻഡ് അതേഴ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കാം, അത്രേ ഉള്ളൂ. VBT മേക്സ് യൂസ് ഓഫ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ്. ഈ രണ്ട് കൺസെപ്റ്റ്സ് ആണ് മെയിൻ ആയിട്ട് VBTയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് രണ്ട് പാർട്ടായിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് ഓഫ് കോവാലന്റ് ബോണ്ടിങ് VBTയിലുള്ള ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. സോ ഇതിന്റെ സാലിന്റ് ആസ്പെക്ട്സ് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഇങ്ങനെ പറയാം. A covalent bond is formed through electron pairing when a valence shell atomic orbital of one atom overlaps with valence shell atomic orbital of another atom. ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെൽ അറ്റോമിക് ഓർബിറ്റലുമായിട്ട് മറ്റൊരു ആറ്റത്തിന്റെ വാലൻസ് ഷെൽ അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഇലക്ട്രോൺ പെയറിംഗ് വഴിയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നാണ് ഇതിൽ ഫസ്റ്റ് സാലിന്റ് ആസ്പെക്ട്. ഓക്കെ, ഈച്ച് ഹാവിംഗ് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ ബട്ട് ഓഫ് ഓപ്പോസിറ്റ് ബാൻഡ്. അതിൽ ഈ ഓവർലാപ്പ് ചെയ്യുന്ന വാലൻസ് ഷെൽ അറ്റോമിക് ഓർബിറ്റൽസിൽ ഓരോന്നിനും ഓരോ അൺപെയർഡ് ഇലക്ട്രോൺസ് വേണം. ഈ അൺപെയർഡ് ഇലക്ട്രോൺസിന് എന്ത് വേണം? ഓപ്പോസിറ്റ് സ്പിൻ വേണം. അതായത് ഒരറ്റത്തിലുള്ള ഇലക്ട്രോണും മറ്ററ്റത്തിലുള്ള ആറ്റത്തിന് രണ്ടിന്റെയും സ്പിൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കണം. ഓക്കെ, the two electrons that get paired in the process occupy a bond orbital or a localized molecular orbital formed by the merging of atomic orbitals. So ഈ ഓവർലാപ്പ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് മേർജ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മോളിക്കുലാർ ഓർബിറ്റലിൽ, അതും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽ. ലോക്കലൈസ്ഡ് എന്ന് പറയുമ്പോൾ അത് മൂവ് ചെയ്ത് പോകുന്നില്ല. ഈ രണ്ട് ആറ്റംസിന്റെയും ഇടയിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ബോണ്ട് ഓർബിറ്റലിലാണ് ഈ രണ്ട് ഇലക്ട്രോൺസ് പെയർ ചെയ്തിട്ട് നിൽക്കുന്നത്. ഓക്കെ, overlapping causes maximum electron density to be present between the nuclei of the two atoms. ഈ രണ്ട് ആറ്റത്തിന്റെ ന്യൂക്ലിയയുടെ ഇടയിൽ മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി വരാൻ ഈ ഒരു ഓവർലാപ്പിന് കാരണമാകും. Attraction between the nuclei and this accumulated electron cloud constitute a large part of the binding force of the bond. അപ്പോൾ ഈ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വേണമല്ലോ രണ്ട് ആറ്റംസ് തമ്മിൽ, അപ്പോഴാണല്ലോ ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു ഫോഴ്സ് വരുന്ന എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ന്യൂക്ലിയർ അതിന്റെ നടുവിൽ, രണ്ട് ന്യൂക്ലിയർ ഉണ്ട്, രണ്ട് ന്യൂക്ലിയർ അതിന്റെ നടുവിൽ ഇങ്ങനെ ഇലക്ട്രോൺ ക്ലൗഡ് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയർ, ഇലക്ട്രോൺ ക്ലൗഡ്, വീണ്ടും പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയർ. സോ ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണാൻ കഴിയും. ആൻഡ് ഈ ഒരു അട്രാക്ഷൻ ആണ് ഈ ബൈൻഡിങ് ഫോഴ്സിന്റെ ഒരു ലാർജ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, the process of overlapping is accompanied by a fall in potential energy, thereby stabilizing the system. നമുക്കറിയാം ഒരു സിസ്റ്റത്തിന്റെ എനർജി കുറയുമ്പോഴാണ് ആ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി കൂടുക. സോ എപ്പോഴാണ് ഈ ഓവർലാപ്പിംഗ് നടക്കുന്നത്? അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു ഫോൾ ഉണ്ട്, ഒരു കുറവ് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു എനർജിയിലുള്ള കുറവ് വരുന്നത് കാരണത്താൽ ആ സിസ്റ്റം എന്താവും? കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആകും. Such arrangements has a lower energy and hence more stable than a system of isolated atoms. ഐസൊലേറ്റഡ് ആയി കിടക്കുന്ന ആറ്റംസിനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന സിസ്റ്റത്തിന് മോർ സ്റ്റെബിലിറ്റി ഉണ്ട്. സോ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് the strength of covalent bond. The strength of covalent bond is directly proportional to extent of overlapping between the atomic orbitals. So രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത് എത്രത്തോളാണ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു എക്സ്റ്റെന്റിനെയാണ് ഇതിന്റെ ഈ ഒരു ബോണ്ടിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഗ്രേറ്റർ ദി ഓവർലാപ്പിംഗ് ദ സ്ട്രോങ്ങർ ഈസ് ദ ബോണ്ട് ഫോം. ഒരു ബോണ്ട് എത്രത്തോളാണ് ഈ ഓവർലാപ്പിംഗ് കൂടുതലുള്ളത്, ഗ്രേറ്റർ ദി ഓവർലാപ്പിംഗ് അത്രത്തോളം ആ ഒരു ബോണ്ട് ഫോം ചെയ്ത ബോണ്ട് സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, the overlapping orbitals must be oriented in space in such a way that the repulsive attractions are minimum and attractive interactions are the maximum. അപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസ് സ്പേസിൽ ഇത് തമ്മിലുള്ള റിപ്പൾഷൻ ഏറ്റവും കുറച്ച് വരുന്ന രീതിയിലും അട്രാക്റ്റീവ് ഇന്ററാക്ഷൻസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന രീതിയിലും വേണം ഓറിയന്റ് ചെയ്ത് നിൽക്കാൻ. അങ്ങനെ ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത് തമ്മിൽ എന്തുണ്ടാവുന്നത്? ഈ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിന് സ്പെഷ്യൽ
സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഷേപ്സ് ജോമെട്രി ഒക്കെ വരുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ടു ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ദ വൺ മോർ ഡയറക്ഷനലി കോൺസെൻട്രേറ്റഡ് വുഡ് ഫോം എ സ്ട്രോങ്ങർ ബോണ്ട്. ഡയറക്ഷനലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്, ഒരു ഓർബിറ്റലാണ് കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ട് ഫോം ചെയ്യാം. ഇപ്പോൾ എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അത് സ്ഫെരിക്കൽ ഷേപ്പാണ്, അതിന് സ്ഫെരിക്കൽ ഷേപ്പ് ആകുമ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ എന്തില്ല ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല. എന്നാൽ നമുക്ക് ഡംബൽ ഷേപ്പുള്ള പി ഓർബിറ്റൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിന് നല്ലൊരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. സോ പി എക്സ് എടുക്കുകയാണെങ്കിൽ അത് എക്സ് ആക്സിസിലൂടെ ഡയറക്റ്റഡ് ആണ്, പി വൈ എടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിസിലൂടെ ഡയറക്റ്റഡ് ആണ്. സോ ഇങ്ങനെ മോർ ഡയറക്ഷനലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബോണ്ടുകളാണ്. ഇനിയിപ്പോ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പഠിക്കുമ്പോൾ പറയും അവിടെ അത് എല്ലാ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനും ഡയറക്ഷനലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ബോണ്ടുകൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ രണ്ട് ഓർബിറ്റൽസ് സെയിം എനർജിയുള്ള രണ്ട് ഓർബിറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതാണോ കൂടുതൽ ഡയറക്ഷനലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് അതാണ് സ്ട്രോങ്ങർ ബോണ്ട്. സോ സെയിം എനർജിയുള്ള ഒരു എസ് ഓർബിറ്റലും പി ഓർബിറ്റലും എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ബോണ്ട് ഉണ്ടാക്കുന്നത് പി ഓർബിറ്റൽ ആയിരിക്കും. ഓക്കെ, the overlapping of orbitals with particular orientations give directional characteristics to the covalent bond. So ഈ ഒരു ഓർബിറ്റൽസിന്റെ പെർട്ടിക്കുലർ ഓറിയന്റേഷൻ ഉള്ള ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് വഴി എന്തായിരുന്നു ഈ കോവാലന്റ് ബോണ്ടിന് ഒരു ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് വരും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ഓർബിറ്റൽ ഹാസ് ഗ്രേറ്റർ പ്രിഫറൻസ് ടു ഫോം എ ബോണ്ട് അലോങ് ഇറ്റ്സ് ആക്സിസ് റാദർ ദാൻ സൈഡ് വൈസ് ഓർബിറ്റൽ. സോ ഒരു പി ഓർബിറ്റൽ നമുക്കറിയാം ആക്സിസിലൂടെയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ആക്സിസിലൂടെ ബോണ്ട് ഫോം ചെയ്യാനാണ് പി ഓർബിറ്റലിന് കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക, അതിന് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ. A bonding interaction results when there occurs a positive overlap between the orbitals with regard to their symmetries. സോ അതിന്റെ സിമെട്രി വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് ഇന്ററാക്ഷൻ, നെഗറ്റീവ് ഇന്ററാക്ഷൻ, സീറോ ഓവർലാപ്പ്, ഇങ്ങനെ മൂന്ന് ഇത് വരുന്നുണ്ട്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് വരുന്നത് എങ്കിൽ അതായത് സെയിം സിമെട്രി ഉള്ള ആൾക്കാർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പോസിറ്റീവ് ഇന്ററാക്ഷൻ, അതിനാണ് ബോണ്ടിങ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി സീറോ ഓവർലാപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയാ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല, ഇഫക്റ്റീവ് ആയിട്ട് നടക്കുന്നില്ല. സോ അത്തരം ഒരു ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോൺ ബോണ്ടിങ് ഇന്ററാക്ഷൻസ് ആണ്. ദെൻ നെഗറ്റീവ് ഓവർലാപ്പിംഗ് ഉണ്ട് എങ്കിൽ അത് ഒരു ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ ആണ് റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട് നോക്കൂ, പീക്ക് രണ്ട് ഫേസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ചാർജും പ്ലസ് സൈനും മൈനസ് സൈനും കൊടുത്തുള്ള ഡിഫറെന്റ് ഫേസസിനെ കാണിക്കാനാണ്. സോ പ്ലസും പ്ലസും ഭാഗം ആണ് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്കിൽ ഇത് ഒരു പോസിറ്റീവ് ഓവർലാപ്പ് ആണ്. അങ്ങനെ പോസിറ്റീവ് ഓവർലാപ്പ് വഴി ഉണ്ടാകുന്ന ബോണ്ടിനാണ് ബോണ്ടിങ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഈ ഇവിടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയും നെഗറ്റീവ് നെഗറ്റീവ് ഇവിടെ പോസിറ്റീവും പോസിറ്റീവും തമ്മിലാണ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടത്തുന്നത്. സോ ഇതും ഒരു പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആണ്. ഇനി ഇവിടെ നോക്കൂ, പോസിറ്റീവും നെഗറ്റീവും തമ്മിലാണ് ഓവർലാപ്പ് എടുക്കുന്നത്, ഇവിടെയും പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലാണ് ഓവർലാപ്പ് എടുക്കുന്നത്. സോ ഇതൊരു നെഗറ്റീവ് ഓവർലാപ്പിംഗ്. ഇതാണ് ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടെയും ഇവിടെയൊന്നും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. സോ ഇത് സീറോ ഓവർലാപ്പിംഗ് ആൻഡ് റിസൾട്ട്സ് നോൺ ബോണ്ടിങ് ഇന്ററാക്ഷൻസ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്സ് ആണ്. കോവാലന്റ് ബോണ്ട്സിനെ നമുക്ക് സിഗ്മ ബോണ്ട് എന്നും പൈ ബോണ്ട് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. സോ രണ്ട് ഓർബിറ്റൽസ് തമ്മിൽ ഹെഡ് ഓൺ ഓവർലാപ്പ് വഴിയാണ്, ടു ആറ്റംസ് ഹെഡ് ഓൺ ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വഴിയാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് പറയാം. ഫോംഡ് ബിറ്റ്വീൻ ടു ആറ്റംസ് ബൈ ഹെഡ് ഓൺ ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അതിന്റെ ഇന്റർന്യൂക്ലിയർ ആക്സിസിലൂടെ ആണ് അവിടെ ഓവർലാപ്പിംഗ് നടന്നിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് വരുന്നത് കാരണം സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. ദ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. സോ ഇന്റർന്യൂക്ലിയർ ആക്സിസിനെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് സിമെട്രിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. സോ എസ് ഓർബിറ്റിൽ എസ് യു എസും ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സിഗ്മ ബോണ്ട് മാത്രമാണ് കിട്ടുന്നത്, കാരണം അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലല്ലോ, അതിന് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. ദെൻ എസും പിയും വരുമ്പോൾ അപ്പോഴും നമുക്ക് സിഗ്മ ബോണ്ട് ആണ് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ഇന്റർന്യൂക്ലിയർ ആക്സിസ്, ഇതാണ് ഇതിന്റെ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. സോ ആ ആക്സിസിന്റെ ഡയറക്ഷനിൽ ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട്, എസ് പി ഓവർലാപ്പിംഗ് നടന്നിട്ട്. ഇപ്പോൾ ഹൈഡ്രജനും ഫ്ലൂറിനും, ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ വാലൻസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് ഓർബിറ്റൽ ആണ്, ഫ്ലൂറിന്റെ വാലൻസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓർബിറ്റൽ ആണ്. സോ എച്ച് എഫിന്റെ ഒക്കെ ബോണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ബോണ്ട് നടക്കുന്നത്. രണ്ട് പി ഓർബിറ്റൽസ് തമ്മിൽ ഉണ്ടാവുന്ന സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടല്ലേ, അതിന് ഇന്റർന്യൂക്ലിയർ ആക്സിസിലൂടെയാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്.
ഓക്കെ, അപ്പൊ Cl2 ഒക്കെ ഫോം ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് പൈ ബോണ്ട്. പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഹെഡ് ഓൺ ഓവർലാപ്പ് ആണെന്ന് പറഞ്ഞു. പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് സൈഡ് വൈസ് ഓവർലാപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പ് നടക്കുമ്പോഴാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. The orbitals formed due to sidewise overlapping consist of two saucer-type charged clouds above and below the plane of a particular participating atom. So ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആറ്റത്തിന്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇങ്ങനെ ഒരു സോസർ ലൈക്ക് ഇലക്ട്രോൺ ക്ലൗഡ് ആണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ദെൻ മറ്റേ സിഗ്മ ബോണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കുറവാണ് എന്നുള്ളത് കൊണ്ട് ഇതെന്താണ് വീക്ക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത് സൈഡ് വൈസ് ഓവർലാപ്പ് വഴി. ഓക്കെ, ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ള ബോണ്ടുകൾ മാത്രമാണ് എന്ത് ഫോം ചെയ്യുക, പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി സിഗ്മ ബോണ്ട് പൈ ബോണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെഡ് ഓൺ ഓവർലാപ്പ് വഴിയാണ് ഉണ്ടാകുന്നത്. പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വൈസ് ഓവർലാപ്പ് വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ സിഗ്മ ബോണ്ട് സ്ട്രോങ് ബോണ്ട് ആണ്, പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ബോണ്ട് ആണ്. സിഗ്മ ബോണ്ട് എപ്പോഴും ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ സിമെട്രിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. പൈ മോളിക്കുലർ ഓർബിറ്റൽ അൺസിമെട്രിക്കൽ അബൌട്ട് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. സിഗ്മ ബോണ്ടിന് ഒറ്റ ഇലക്ട്രോൺ ക്ലൗഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പൈ ബോണ്ടിൽ രണ്ട് ഇലക്ട്രോൺ ക്ലൗഡ്, ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പ്ലെയിൻ ഓഫ് ദി അറ്റോമിക് ന്യൂക്ലിയയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് രണ്ട് ഇലക്ട്രോൺ ക്ലൗഡ് ആയിട്ടാണ് പൈ ബോണ്ട് നിൽക്കുന്നത്. ദെൻ സിഗ്മ ബോണ്ടിൽ ഫ്രീ റൊട്ടേഷൻ ഓഫ് ആറ്റംസ് അബൌട്ട് സിഗ്മ ബോണ്ട് ഇസ് പോസിബിൾ. അപ്പോൾ രണ്ട് ആറ്റംസ് തമ്മിൽ സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ ഈ ആറ്റംസിന് ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്, ആറ്റംസിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഫ്രീ റൊട്ടേഷൻ ഓഫ് ആറ്റംസ് അബൌട്ട് എ പൈ ബോണ്ട് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഒരു പൈ ബോണ്ടിന്റെ കേസിൽ, പൈ ബോണ്ട് ഫോം ചെയ്ത ഒരു കേസിൽ ആ ബോണ്ട് റിജിഡ് ആയിരിക്കും, അതായത് ആ ആറ്റംസിന് പിന്നെ റൊട്ടേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ബിറ്റ്വീൻ ടു ആറ്റംസ് സിഗ്മ ബോണ്ട് ക്യാൻ exist either alone or along with one pi bond or two pi bonds. അപ്പോൾ ഒരു പൈ ബോണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ രണ്ട് പൈ ബോണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഒറ്റക്കോ അങ്ങനെ ഒറ്റക്ക് നിൽക്കാനും കഴിയുന്ന ബോണ്ടാണ് സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞത്. എന്നാൽ പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എപ്പോഴും രണ്ട് ആറ്റത്തിന്റെ ഇടയിൽ ഒരു പൈ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഒരു സിഗ്മ ബോണ്ട് കൂടെ നിർബന്ധമായിട്ടുണ്ടാവും. ഒരു സിഗ്മ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിലായിട്ടേ പൈ ബോണ്ട് വരുള്ളൂ. പൈ ബോണ്ട് മാത്രമായിട്ട് രണ്ട് ആറ്റത്തിന്റെ ഇടയിൽ ഉണ്ടാവില്ല. സിഗ്മ ബോണ്ടിന്റെ കൂടെ മാത്രമേ പൈ ബോണ്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, എസ് ഓർബിറ്റൽസ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ സിഗ്മ ബോണ്ട് ഫോർമേഷൻസ്. എസ് ഓർബിറ്റലിന് സിഗ്മ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കാൻ കഴിയും. പൈ ബോണ്ട് ഫോർമേഷനിൽ എസ് ഓർബിറ്റലിന് പങ്കെടുക്കാൻ കഴിയില്ല, കാരണം എസ് ഓർബിറ്റലിന് ആ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ എന്താ പറയാ, സിഗ്മ ആൻഡ് പൈ ബോണ്ട് ഓക്സിജൻ മോളിക്യൂളിലുള്ള സിഗ്മ ആൻഡ് പൈ ബോണ്ടിന്റെ ഫോർമേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ അതിന്റെ വാലൻസ് ഷെല്ലിൽ 3 പി ഓർബിറ്റലാണല്ലോ ഉള്ളത്. ഒരു ഓക്സിജന് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 8. സോ 1, ഓക്കെ എന്റെ പെന്നിന് എന്തോ പ്രശ്നമുണ്ട്, 1s2 2 s2 ഇത് 2 ആണ്. 2p 4 ഇതാണല്ലോ. അപ്പോ വാലൻസ് ഷെൽ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ 2p ആണ് ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. സോ പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ബോണ്ട് ഉണ്ട്. പി എക്സ് അത് പി എക്സ് ആണ്. പി വൈ ഇത് വൈ ആണ്. പി ഇസഡ് അത് ശരിയാവുന്നില്ല, പോട്ടെ ഞാൻ പറഞ്ഞുതരാം. പി ഇസഡ്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ഓർബിറ്റൽസ് ഇതാണ് 3 പി ഓർബിറ്റൽ. പി എക്സ് ഇതാ, ഇത് പി വൈ, ഇത് പി വൈ, ഇത് പി എക്സ്, ഇത് പി ഇസഡ്, അതേപോലെ തന്നെ ഇതാണ് പി ഇസഡ്. പി ഇസഡ് ആണ് നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഇതായിട്ടുള്ളത്, എന്താ പറയാ, ഇതിന്റെ മോളിക്കുലർ ആക്സിസ് ആയിട്ടുള്ളത് ഇസഡ് ആക്സിസ് ആണ്. സോ ഈ പി എക്സും തമ്മിൽ ഡയറക്റ്റ് ഹെഡ് ഓൺ ഓവർലാപ്പ് നടന്നിട്ട് നമുക്കൊരു സിഗ്മ ബോണ്ട് കിട്ടും. ഓക്കെ, ഒരു സിഗ്മ ബോണ്ട് കിട്ടും. പിന്നെ അതിനുശേഷം ഈ പി വൈയും രണ്ട് പി വൈ, ഈ ഒരു പി വൈ, ഈ ഒരു പി വൈ, അത് രണ്ടും സൈഡ് വൈസ് ഓവർലാപ്പ് നടന്നിട്ട് നമുക്ക് ഒരു ഡബിൾ ബോണ്ടും കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഓക്സിജന് ഓ ഡബിൾ ബോണ്ട് ഓ ഈ ഒരു രീതിയിൽ ആവുന്നത്. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് രണ്ട് ഓർബിറ്റൽസ്, രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ രണ്ട് എക്സ്ട്രാ ഉള്ള ഇലക്ട്രോൺ ഇവിടെ ഈ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റലിൽ അങ്ങനെ കിടക്കും. ഓക്കെ, ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഓർബിറ്റലിൽ കിടക്കും പി എക്സിൽ.
ഓക്കെ, അത്രയാണ് VBT ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.